ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അല്പം പ്രയാസമുള്ളതാണ് പങ്കുവെച്ചെങ്കിലും ഇവിടെ ചുരൽമല പുഴ കരകവിഞ്ഞ് ഉരുൾപൊട്ടലിൽ പെട്ട ചില മൃതശരീരങ്ങൾ ചാലിയാർ പുഴയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഉൾപ്പെടെയുള്ള ചില വിവരങ്ങൾ ഇവിടെ പ്രാദേശികമായി അവർ പങ്കുവയ്ക്കുന്നു. ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളില്ല എങ്കിലും ഇത്തരം മൃതശരീരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ പങ്കുവെക്കുകയാണ്. ഒരു പൊതുവിലുള്ള സാഹചര്യം നിലവിലെ സാഹചര്യം 4 കോടി. അപ്പോൾ കൂടുതൽ മൃതശരീരങ്ങൾ മനസ്സിലാക്കാൻ അങ്ങനെയെങ്കിൽ അപകടത്തിൽപ്പെട്ടവരുടെ എണ്ണം വർദ്ധിക്കുന്നു, പരിക്കേറ്റവരുടെ എണ്ണം വർദ്ധിക്കുന്നു, മരണനിരക്ക് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. നേരത്തെ 8 മൃതദേഹങ്ങൾ കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട വിവരം അനൂപ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ അല്ലേ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഔദ്യോഗിക സ്ഥിരീകരണങ്ങളില്ല. പ്രാദേശിക രക്ഷാപ്രവർത്തനം നടത്തുന്നവർ നമുക്ക് ലഭ്യമാക്കുന്ന വിവരങ്ങളാണ്. എന്നാൽ ഏകോപിപ്പിച്ചുള്ള വിവരങ്ങളല്ല, ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നുമില്ല. എങ്കിലും അല്പസമയത്തിനകം മന്ത്രിതല സംഘം ഉൾപ്പെടെ ഇവിടേക്ക് എത്തും. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദീകരണങ്ങൾ ഔദ്യോഗികമായി അവർ നമ്മോട് പങ്കുവെക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനു മുൻപേ തന്നെ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി ഏകോപിപ്പിക്കേണ്ടതുണ്ട്. കൂടുതൽ സജ്ജീകരണങ്ങൾ ഇവിടേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഒറ്റപ്പെട്ടു പോയ സ്ഥലങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് പുത്തും അട്ടമല, കുഞ്ചിമറ്റം, മേലെമുണ്ടക്കൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ട്. അട്ടമല, പുഞ്ചിരിമട്ടം, മേലെമുണ്ടക്കൈ ഇത്രയും പ്രദേശത്താണ് ഇനി രക്ഷാപ്രവർത്തനം കൂടുതൽ സുഗമമാവേണ്ടത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നേരത്തെ നമ്മുടെ ഇവിടെ പ്രദേശത്തുകാരെ നമ്മോട് സൂചിപ്പിച്ചത് ഈ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളാർമലയ്ക്ക് സമീപത്ത് ഈ പുഴയ്ക്ക് അരികിൽ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ കൂടുതൽ പേർ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നുവെങ്കിലും ചിലർ അവിടെ ശേഷിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്. വീടുകളിലെല്ലാം പുഴയ്ക്ക് അല്പം അകലെയാണ് ഈ വീടുകളെല്ലാം ഉണ്ടായിരുന്നത്. അവർ സുരക്ഷിതരാണ് എന്ന് സ്വാഭാവികമായും അല്ലെങ്കിൽ ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം അവരെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല. എന്നാൽ അതിതീവ്രമായ ഉരുൾപൊട്ടലാണ് ഈ പ്രദേശത്ത് ഉണ്ടായത്. അനൂപ്, നേരത്തെ രക്ഷാപ്രവർത്തകരിൽ ഒരാൾ നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ചാലിയാർ പുഴ ഇത്രയും വിസ്തൃതിയിൽ ഒഴുകി എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം തീരത്ത് എന്ന് പറയുമ്പോൾ പോലും തീരത്ത് നിന്ന് വളരെ ദൂരം മാറിയാണ് ഈ കുടുംബങ്ങൾ, ഈ 350 കുടുംബങ്ങൾ എന്ന എണ്ണം പറയുമ്പോഴും അതിൽ പലരും താമസിച്ചിട്ടുണ്ടായിരുന്നത് എന്നും രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട്. അതെ അതെ ചാലിയാർ പുഴ അല്ലെങ്കിൽ ഇപ്പോൾ ഈ വെള്ളാർമല സ്കൂളിന് സമീപത്ത് ഇത്രയും വിശാലമായി ഒരു നദി പോലെ ഒഴുകുന്നത് ഒരുപക്ഷെ ഇവിടുത്തുകാരൊന്നും കണ്ടേക്കാനിടയില്ല. നേരത്തെ കഴിഞ്ഞ 2020 ഓഗസ്റ്റ് 7-നാണ് നേരത്തെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായത്. പുത്തുമലയ്ക്ക് സമാനമായിരുന്നുവെങ്കിലും നമ്മൾ ആ മേഖലയിൽ നടത്തിയ വലിയ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അപകടത്തിന്റെ തോത് വലിയ രീതിയിൽ കുറച്ചിരുന്നു. എന്നാൽ ഇത്തവണ ഉണ്ടായിരിക്കുന്ന ഈ ആഘാതം അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ അതിലും എത്രയോ തീവ്രമാണ്. കനത്ത തോതിലാണ് മലമുകളിൽ നിന്ന് ഈ മേഖലയിലേക്ക് ഒലിച്ചിറങ്ങി വന്നത്. വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു 3 നില കെട്ടിടത്തിന്റെ 2 നിലയും മുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രദേശത്ത് ഉള്ളത്. ചൂരൽമല ടൗൺ തൊട്ട് സമീപത്തുള്ളത്. കടകളെല്ലാം ഒലിച്ചുപോയി, വാഹനങ്ങളെല്ലാം ഒലിച്ചുപോയി. പെട്ടിട്ടുണ്ടാകും. രാത്രി സമയങ്ങളിൽ അവർക്ക് ഏതെങ്കിലും വിധത്തിൽ രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ടാവുമോ എന്നുള്ളൊരു ആശങ്കയെല്ലാം ഇവിടെ നിലനിൽക്കുകയാണ്. 2ാം നിലകളിൽ താമസിച്ചവർ ഉൾപ്പെടെ അവർ ഈ വലിയ ശബ്ദവും എല്ലാം കേട്ട് പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് ഈ ചൂരൽമല ടൗണിന് ചുറ്റും വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ശക്തിയായ നിലവെള്ളത്താറ്റിൽ ഉണ്ടാകുന്നതുമാണ്. ഏതായാലും അതെല്ലാം പലരും അതിജീവിക്കാനായി ആ ഘട്ടത്തിൽ. എന്നാൽ കൂടുതൽ പേർക്കും അതിനായിട്ടില്ല എന്നാണ് സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണുന്ന ദൃശ്യങ്ങളിൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് കാണാവുന്ന കാഴ്ചകളിൽ തന്നെ നിരവധിയായ ആംബുലൻസുകൾ ഈ മേഖലയിലേക്ക് തുടർച്ചയായി എത്തുകയും പരിക്കേറ്റവരെ ഓരോരുത്തരായി ആശുപത്രികളിലേക്കും മറ്റു സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും മാറ്റുകയാണ്. പ്രാഥമിക ചികിത്സാ സംവിധാനങ്ങൾ നൽകാൻ വിവിധ ആശുപത്രികളിൽ നിന്ന് ആതുര ശുശ്രൂഷ പ്രവർത്തകർ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവർ ചൂരൽമല ടൗണിന്റെ ഒരു ഭാഗത്ത് അവർ അത്യാവശ്യ പ്രാഥമിക ചികിത്സകൾ നൽകാൻ തയ്യാറായിട്ടുണ്ട്. അവർ അത്തരം ദൗത്യം അവിടെ നിർവഹിക്കുന്നുമുണ്ട്. ഏതായാലും കൂടുതൽ പേർ രക്ഷാപ്രവർത്തനത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നതാണ് മുണ്ടക്കയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയാവുന്നത്. അതിൽ ഏറ്റവും ആളുകൾക്ക് സങ്കടമുള്ളൊരു കാര്യം മുണ്ടക്കയിലേക്ക് എത്തുന്ന സുഗമമായ സംവിധാനമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ NDRFന്റെയും ദൗത്യസേനകളുടെയും പ്രത്യേക പരിശീലിപ്പിച്ച സുരക്ഷാ പ്രവർത്തകരുടെയും ജീവൻ രക്ഷാ പ്രവർത്തകരുടെയും എല്ലാം
ആളുകൾ മാത്രമാണ് അവിടേക്ക് എത്തുന്നത്. അവിടെ ഓരോരോ പള്ളികളിലും അല്ലെങ്കിൽ ഉയർന്ന പ്രദേശങ്ങളിലുമായി ആളുകൾ കൂട്ടം കൂടി നിൽക്കുകയാണ്. അവിടെ നിന്ന് ആളുകൾ എത്രയും വേഗം തങ്ങൾ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തകർ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. അല്പസമയം മഴയുണ്ടോ ഇപ്പോൾ അനൂപ്? ഒരു അതിശക്തമായ മഴയുടെ ഒരു സാഹചര്യം ഇല്ലെങ്കിലും തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ മുണ്ടക്കൈ മേഖല ആകെ മൂടിക്കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ മുണ്ടക്കൈയിൽ അതിശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് ഈ ചൂരൽ ദേവല പുഴയിലെ ജലനിരപ്പ് പരിശോധിച്ചാൽ മനസ്സിലാകും. ശക്തമായ കുത്തൊഴുക്ക് ഇപ്പോൾ വീണ്ടും വരുന്നതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ മലമുകളിൽ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് ഏറ്റവും അപകടകരവും. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിൽ തന്നെ ഏതാണ്ട് 164 മില്ലിമീറ്റർ മഴ ഈ മേഖലയിൽ മാത്രം രേഖപ്പെടുത്തി എന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ. അങ്ങനെയെങ്കിൽ അതൊരു അതിതീവ്ര മഴയുടെ തോതാണ്. ആ അതിതീവ്ര മഴ അതിന്റെ തോതിനെ അതിജീവിക്കാൻ തക്ക ശേഷി ഒരു ദുർബലമായ പാരിസ്ഥിതിക ഘടനയുള്ള ഈ മേഖലയ്ക്ക് ഉണ്ടാവുമെന്ന് കരുതാനാവില്ല. അതുകൊണ്ട് കൂടിയാണ് ഈ അതിതീവ്ര മഴയിൽ പെട്ടെന്നുണ്ടായ അതിതീവ്ര മഴയിൽ ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിലുകൾ ഈ പ്രദേശത്തുണ്ടാവുന്നത്. ഏതായാലും അതിന്റെ തോതും ഗൗരവവും വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. മരണനിരക്ക് ഉയരുന്നു. പ്രായോഗികമായ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ രീതി എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നത് ജില്ലാ കളക്ടറൊക്കെയും പുലർച്ചെ തന്നെ അർദ്ധരാത്രിയോട് തന്നെ അവിടെ എത്തി എന്നാണ്. രക്ഷാപ്രവർത്തകരെല്ലാം പുലർച്ചെ തന്നെ ഇവിടെ എത്തിയിരുന്നു. 2 മണിക്ക് സംഭവം നടക്കുന്നു. 2:30 തന്നെ ഈ വിവരങ്ങൾ പരസ്പരം ഔദ്യോഗിക സംവിധാനങ്ങൾ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ആ വിവരം ലഭിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തകർ ഇവിടേക്ക് ആ ദുർഘടമായ സാഹചര്യത്തിലും, അതായത് ആ സമയത്ത് വിളിച്ചതില്ല, വൈദ്യുതി ബന്ധം ഇവിടെയില്ല, ടെലികമ്മ്യൂണിക്കേഷൻസ് എല്ലാം ആ രീതിയിൽ റേഞ്ച് അതുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങളില്ല. ആ സാഹചര്യത്തിൽ പോലും നിരവധിയായ ആളുകൾ ഇവിടേക്ക് എത്തുകയും ഇവിടെ നിന്ന് ആംബുലൻസിൽ മറ്റും കൊണ്ടുപോകുന്ന ആളുകൾക്ക് വഴികൾ സുഗമമാക്കുന്നതിന് വേണ്ടി അവർ യാത്രാ തടസ്സങ്ങൾ മാറ്റുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ കാര്യക്ഷമവും പ്രായോഗികമായ രക്ഷാപ്രവർത്തനം ആദ്യഘട്ടം മുതൽ നടപ്പാക്കിയിരുന്നു. ഇപ്പോൾ ജില്ലാ ഭരണകൂടം, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നടത്തുന്ന പ്രധാന പ്രവർത്തനം ഏതെല്ലാം മേഖലകളിൽ ആളുകൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്, വെള്ളക്കെട്ടിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മലവെള്ളപ്പാച്ചിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏതെല്ലാം സ്ഥലങ്ങളിൽ അവിടെ ആൾതാമസം ഉണ്ടായിരുന്നു, അങ്ങനെ പ്രത്യേകമായി കണക്കാക്കിക്കൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് അത് ജില്ലാ തലത്തിൽ കണക്കാക്കി അവിടേക്ക് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ, ജീവൻരക്ഷാ ക്രമീകരണങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായി നടപ്പാക്കുന്നത്. സൂക്ഷ്മമായി അത് വിലയിരുത്താൻ ഇവിടെ ഒരു മുഴുവൻ സമയവും അത് ഔദ്യോഗികമായി വിലയിരുത്തുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും ADM ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഈ മേഖലയിൽ, ജില്ലാ പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ ഈ മേഖലയിൽ കാര്യങ്ങളെ ഏകോപിപ്പിക്കാൻ ഇവിടെയുണ്ട്. അതോടൊപ്പം ജനപ്രതിനിധികൾ. ഏതായാലും അല്പസമയത്തിനകം ഇത് സംബന്ധിച്ചുള്ള ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും ഒരു വിലയിരുത്തൽ നടത്താൻ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പേർ ഏതെല്ലാം മേഖലകളിൽ ആരൊക്കെ പുറമെ നിന്നെത്തിയ മറ്റ് തൊഴിലാളികൾ ഈ പ്രദേശത്തുണ്ടോ തുടങ്ങിയ എല്ലാം പരിശോധിച്ചും ഏകോപിപ്പിച്ചുമാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും കൂടുതൽ സംവിധാനങ്ങൾ കൂടി എത്തുന്നതോടുകൂടി ഈ പ്രവർത്തനങ്ങൾ അല്പം കൂടി കാര്യക്ഷമമായി മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. സൈന്യമെത്തി തടസ്സമുള്ള മേഖലകളിൽ സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ അവർ സ്വീകരിച്ചേക്കാം. അങ്ങനെയെങ്കിൽ അത് രക്ഷാപ്രവർത്തകർക്ക് വളരെ ഒരു ഗുണകരമായ ഒരു സാഹചര്യമായി മാറും. ഏതായാലും ഇപ്പോൾ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ആളുകൾ ഏതെല്ലാം മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്നു, പരിക്കേറ്റവർ ഇനി ശേഷിക്കുന്നുണ്ടോ, കാണാതായവരുണ്ടോ എന്നത് സംബന്ധിച്ചിട്ടുള്ള അന്തിമ ഒരു രൂപരേഖ ഉണ്ടാവുക എന്നുള്ളതാണ്. ഏതായാലും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അതിനായുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഈ പ്രധാനമായും വെല്ലുവിളി സൃഷ്ടിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് ഈ മേഖലകളിലെ പുഴകളിലും മറ്റും ഉയർന്നുകൊണ്ടിരിക്കുന്ന ജലനിരപ്പാണ്. അത് കരകളിലേക്ക് കയറി, ജനവാസ മേഖലകളിലേക്ക് കയറി, വീടുകളിലേക്ക് കയറി ഒരു സാഹചര്യം ഈ മേഖലയിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഏതായാലും അതെല്ലാം മുൻപ് അത് പരമാവധി ആളുകളെ സുരക്ഷിത സാന്നിധ്യങ്ങളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളെല്ലാം നടക്കുകയാണ്. രക്ഷാപ്രവർത്തകരുടെ ഒരു സാന്നിധ്യമാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്.